എല്ലാവർക്കും മൈ മൈ സൊസൈറ്റി ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം. വീണ്ടും ഡോക്ടേഴ്സ് ടോക്കിലേക്ക് ഏറ്റവും കൃത്യമായ സ്വാഗതം. ഞാൻ ഡോക്ടർ റൌഫ് ഉണ്ട്. ഇന്ന് റീനൽ ഫെയിലർ, കിഡ്നി പരാജയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും നമുക്കറിയുന്ന പോലെ 2 കിഡ്നികളുണ്ട്. വളരെ അപൂർവം അവസരങ്ങളിൽ മാത്രമാണ് ഒരു കിഡ്നി മാത്രം ഉണ്ടാകുന്ന അവസ്ഥ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങളാണ് കിഡ്നികൾ. ഓരോ കിഡ്നിക്കും 150 ഗ്രാം വീതം വെയിറ്റ് ഉണ്ടാവും. ശരീരത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് കിഡ്നികളുടെ ധർമ്മം. അതുപോലെ തന്നെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുക കൂടി അതിൻ്റെ ഉത്തരവാദിത്തമാണ്. ശരീരത്തിലെ അമ്ലങ്ങളും മറ്റു ലവണങ്ങളും അവയുടെ അളവ് നിയന്ത്രിക്കുക കൂടി കിഡ്നിയുടെ ഉത്തരവാദിത്തമാണ്. ചുമന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള എരിത്രോപോയറ്റിക് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക കൂടി കിഡ്നിയിലാണ്. അതുപോലെ തന്നെ എല്ലുകളെ ശക്തിപ്പെടുത്തുന്ന വൈറ്റമിൻ ഡി, അതിൻ്റെ ആക്റ്റീവ് രൂപം നിർമ്മിക്കപ്പെടുന്നതും കിഡ്നി പരാജയപ്പെടുന്നതിൻ്റെ മുഖ്യമായ ലക്ഷണങ്ങൾ കാലിലും മുഖത്തും നീര് വരിക, വിശപ്പില്ലായ്മ ഉണ്ടാവുക, ഛർദി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടും. ആദ്യ അവസരങ്ങളിൽ മരുന്നുകളെ കൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണത്തെ കൊണ്ടും ആശ്വാസം കിട്ടും. രോഗം കൂടുമ്പോൾ അത് കിഡ്നി പരാജയമായിട്ട് ഗണിക്കപ്പെടുന്നു. 2 തരം കിഡ്നി പരാജയങ്ങളുണ്ട്. അക്യൂട്ട് ആൻഡ് ക്രോണിക് പരാജയങ്ങൾ. അക്യൂട്ട് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നുണ്ടാവുന്ന കിഡ്നി പരാജയമാണ്. അത് മലേറിയ, അതുപോലെ ഡെങ്കി ഫീവർ, അതുപോലെ എലിപ്പനി ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഉണ്ടാവുന്നത്. പിന്നെ ചില പ്രത്യേക മരുന്നുകളെ കൊണ്ടും കിഡ്നി പരാജയപ്പെടാം. എങ്കിലും കുറച്ച് നാളത്തെ ചികിത്സ കൊണ്ട് അത് ശരിയാക്കി എടുക്കാവുന്നതാണ്, പഴയ രൂപത്തിലേക്ക് എത്തിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കപ്പെടുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്നത് ക്രോണിക് കിഡ്നി ഡിസീസാണ്. ഇതിന് കാരണമായിട്ടുണ്ടാവുന്നത് ഏറ്റവും വലിയ കാരണം പ്രമേഹമാണ്. പിന്നീട് ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ കിഡ്നിയിലെ കല്ലുകൾ, അതുപോലെ തന്നെ ചില ജനറ്റിക് ഡിസോർഡേഴ്സ്, രോഗങ്ങൾ, ഇതൊക്കെയും CKD അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് വെച്ചാൽ സാധാരണഗതിയിലുണ്ടാവുന്ന കിഡ്നി പരാജയം, പെട്ടെന്നുണ്ടാവുന്നതല്ലാത്ത സാധാരണഗതിയിലുണ്ടാവുന്ന കിഡ്നി പരാജയം. കിഡ്നി പരാജയത്തെ ചികിത്സിക്കുന്നത് ഡയാലിസിസും അതുപോലെ തന്നെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ കിഡ്നി മാറ്റിവെക്കൽ, ഇങ്ങനെ 2 വഴിയായിട്ടാണ്. ഡയാലിസിസ്, ഹീമോ ഡയാലിസിസും അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസുമുണ്ട്. ഹീമോ ഡയാലിസിസ് എന്ന് വെച്ചാൽ രക്തം ശുദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് വെച്ചാൽ വയറിനകത്ത് തന്നെ പെരിറ്റോണിയം എന്ന അറയുണ്ട്. ആ പെരിറ്റോണിയത്തിൻ്റെ സ്തരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡയാലിസിസാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസിനേക്കാളും എപ്പോഴും ഏറ്റവും നല്ലത് കിഡ്നി മാറ്റിവെക്കലാണ്. മാറ്റിവെക്കേണ്ട രോഗിയുടെ മറ്റ് അവയവങ്ങൾ, എല്ലാ ഓർഗൻസും കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനായിട്ട് രോഗിയെ മറ്റുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ച് വേണ്ട രീതിയിലേക്ക് അയാളുടെ
അവസ്ഥ മാറ്റിയെടുക്കേണ്ടതുണ്ട്. വൃക്ക ദാനം ചെയ്യാൻ ഏറ്റവും നല്ലത് സ്വന്തം മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ അവരാണ്. സാധാരണഗതിയിൽ 4 മുതൽ 6 മണിക്കൂർ വരെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് സമയം വേണ്ടിവരും. കിഡ്നി മാറ്റിവെച്ച ആളുകൾക്ക് ജീവിതം ഏറ്റവും അതിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ജീവിത നിലവാരം വളരെ മെച്ചപ്പെടും ഡയാലിസിസിനെ അപേക്ഷിച്ച്. അവർക്ക് സാധാരണമായിട്ട് ജീവിക്കാനാകും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ. കഴിയുന്ന ആളുകൾ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റൌഫ് വണ്ടൂർ, മൈ ആർട്ട് ആൻഡ് മൈ സൊസൈറ്റി.